എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇനി ഒരു പൊളിറ്റിക്കൽ ലീഡറും കൂടെ ഇന്ത്യയിൽ മരണപ്പെടരുത് അല്ലെങ്കിൽ കൊല്ലപ്പെടരുതേ എന്നാണ്. ബിക്കോസ് അതിൻ്റെയൊക്കെ തിക്താനുഭവങ്ങൾ വളരെ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു തലമുറയിൽ വരുന്ന ആളുകളാണ്. കാരണം രാജീവ് ഗാന്ധി ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മുംബൈയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വെദർ യു ബിലോങ് ടു തമിഴ്നാടു ഓർ സം അതർ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇഫ് യു ആർ എ സൗത്ത് ഇന്ത്യൻ, യെസ് യു ആർ സപ്പോസ് ടു സഫർ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേർതിരിവുകളും അതുപോലെ തന്നെ എന്താ പറയാ മടുത്തു എന്നൊരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയ ഒരു പീരീഡ് ആയിരുന്നു അത്. ആരോ ചെയ്ത ഒരു തെറ്റിന് എന്തിനാണ് നമ്മൾ ആ ഒരു നാടാണ് അല്ലെങ്കിൽ ആ നാടിന്റെ അടുത്താണ് എന്നുള്ള കാരണം കൊണ്ട് നമ്മളൊക്കെ അതിന് ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ അതൊരു ട്രോമ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നിരുന്നാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പേഴ്സിലൂടെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. അന്നത്തെ അതിനൊരു എന്താ പറയുക ഹിന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അവരിപ്പോ എന്ത് ചെയ്യുന്നു, എന്താണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അടഞ്ഞ വാതിലുകൾക്ക് മുൻപിൽ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം എന്റെ കയ്യിൽ കിട്ടുന്നത്. ഇത് രാജീവ് ഗാന്ധി വധക്കേസിലെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള പേരറിവാളിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അമ്മ, അതായത് അർപ്പുതമ്മാള് പറയുന്ന കാര്യങ്ങളാണ്. എത്ര പെട്ടെന്നാണ് ഒരാളുടെ ലൈഫ് കീഴ്മേൽ മറിഞ്ഞു പോണത്. അതായത് ഒരു ബാറ്ററി വാങ്ങി കൊടുത്തു, ഒരാൾ ഒരു ബാറ്ററി വാങ്ങി തരാമോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞ് ഒരു ബാറ്ററി വാങ്ങി കൊടുത്തു എന്ന ഒരു കുറ്റത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ അതാണ് അയാൾക്കെതിരെ അന്ന് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കുറ്റം. പക്ഷെ അതിന്റെ പേരിൽ അയാൾ അനുഭവിക്കാത്തതായിട്ടും അയാളുടെ വീട്ടുകാർ അനുഭവിക്കാത്തതായിട്ടുള്ളതൊന്നും ബാക്കിയില്ല. ഇന്നും ഇപ്പോഴും ഈ നിമിഷവും എന്തിനൊരു രണ്ട് ഭാഗം ഉണ്ടായിരിക്കും അല്ലെ. അന്ന് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ആ ഒരു തലമുറയിൽപ്പെട്ടവരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ യെസ് അതിന്റെ ആളുകളെ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് നന്നായുള്ളൂ, അയാള് വധശിക്ഷയ്ക്ക് അർഹപ്പെട്ട ആള് തന്നെയാണ് എന്നുള്ളത്. പക്ഷേ അർപ്പുതമ്മാളുടെ ഭാഗത്തിലൂടെ പേരറിവാളിനെ അറിയുമ്പോൾ നമുക്ക് തോന്നും എന്താ പറയാ, ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ ഈ പുസ്തകം. കുറച്ചൊന്ന് ഇമോഷണൽ ആവാതെ നമുക്ക് ഒരിക്കലും ഇത് വായിച്ച് തീർക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു 80s അതുപോലെ തന്നെ ഏർലി 90s ജനിച്ചു വളർന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പുസ്തകം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അതൊരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു പുസ്തകം പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കണം.